Hi students, MG University BCA second semester Discrete Mathematics 2 Module 3 Boolean Algebra. The operation of a circuit is defined by a Boolean function that specifies the values of an output for each set of inputs. അപ്പോൾ അതിനകത്ത് Boolean function എന്താണ് നമുക്ക് ആദ്യം നോക്കാം. Boolean algebra provides the operations and the rules for working with the set 0 and 1. The three operations in Boolean algebra that we will use are complementation, Boolean sum, Boolean product. Complement എന്ന് വെച്ചാൽ 0യുടെ കോംപ്ലിമെൻറ്റ് 1, 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0. നമ്മൾ ഈ ലോജിക്കൊക്കെ പഠിക്കുമ്പോൾ ട്രൂ ഓർ ഫോൾസ് ഇല്ലേ, അത് ഓർത്താൽ മതി. ട്രൂവിൻ്റെ കോംപ്ലിമെൻറ്റ് ഫോൾസ്, ഫോൾസിൻ്റെ കോംപ്ലിമെൻറ്റ് ട്രൂ. അപ്പോൾ 0 എന്നത് ഫോൾസ് എന്നും 1 എന്നത് ട്രൂ എന്നും ഓർക്കുക. ബൂളിയൻ സമ്മിനെ നമ്മൾ ലോജിക്കിനകത്ത് പഠിച്ച ഓർ പോലെ ഓർക്കുക. അപ്പം 1 + 1, അപ്പോൾ ഓർ ആകുമ്പോൾ എന്താ, പിയും ക്യൂവും അല്ലെങ്കിൽ ട്രൂവും ട്രൂ കിട്ടും. ട്രൂവും ഫോൾസും ഓർ ആകുമ്പോൾ ഫോൾസും ട്രൂ ആണെങ്കിൽ ട്രൂ, ഫോൾസും ആണെങ്കിൽ ഫോൾസ്. അതേ ഐഡിയ തന്നെ ഓർക്കുക. 1 + 1 1, 1 + 0 1, 0 + 1 1, 0 + 0 0. ഇനി ബൂളിയൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ആയിട്ട് ഓർക്കുക. അപ്പോൾ 1 × 1 1, ബാക്കിയെല്ലാം 0. ബാക്കിയെല്ലാം ഫോൾസ് അല്ല അവിടെ പഠിച്ചത്. അപ്പോൾ 1 × 0 0, 0 × 1 0, 0 × 0 0. ഇനി ഇതിനകത്തെ പ്രിസിഡൻസ് 3 ഓപ്പറേഷനൂടെ വന്നാൽ ഏറ്റവും ആദ്യം നോക്കേണ്ട കോംപ്ലിമെൻറ്റ്, പിന്നെ പ്രോഡക്റ്റ്, പിന്നെ സമ്മ. അപ്പോൾ നോക്കി, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 × 0 + 0 + 1 കോംപ്ലിമെൻറ്റ്. അപ്പോൾ ആദ്യമേ കോംപ്ലിമെൻറ്റാണ് ചെയ്യേണ്ടത്. അപ്പം 1.0 + 0 + 1 എന്താ, 0 + 1 1 ആണ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് 0. ഇനി 1 × 0 എന്ത്, 0, 0 + 0 0 എന്ന് നമുക്ക് പറയാം. ഇനി കോംപ്ലിമെൻറ്റ്, ബൂളിയൻ സമ്മ്, ബൂളിയൻ പ്രോഡക്റ്റ് കറസ്പോണ്ടിങ് ടു ദ ലോജിക്കൽ ഓപ്പറേറ്റർ എന്തുവാ, നെഗേഷൻ, ഓർ, ആൻഡ്. 0 കറസ്പോണ്ട്സ് ടു ഫോൾസ് ആൻഡ് 1 കറസ്പോണ്ട്സ് ടു ട്രൂ. അപ്പം ഇക്വാളിറ്റീസ് ഇൻ Boolean algebra can directly translated into equivalence of compound proposition and conversely. ഇപ്പോൾ ലോജിക്കൽ ഇക്വലൻസ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ 1ൻ്റെ അവിടെ ട്രൂ, 0യുടെ അവിടെ ഫോൾസ്, സമ്മിൻ്റെ അവിടെ ഡിസ്ജൻഷൻ, ഓർ പ്രോഡക്റ്റിൻ്റെ അവിടെ കൺജഷൻ, ആൻഡ് കോംപ്ലിമെൻറ്റിൻ്റെ അവിടെ നെഗേഷൻ. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അപ്പോൾ 1ൻ്റെ അവിടെ ട്രൂ, ആൻഡ് ഫോൾസ്, ഓർ നെഗേഷൻ ഓഫ് ഫോൾസ് ഓർ ട്രൂ. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഫോൾസ്. ഓക്കെ, ഇനി തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാം. 1.1 + 0 കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി f(xy) = xy എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ എങ്ങനെയാണ്, x 1 1 1 1 0 0 1 0 0. അപ്പോൾ xy എന്ന് വെച്ചാൽ പ്രോഡക്റ്റ്. അപ്പം ജസ്റ്റ് നോക്കിയാൽ മതി, 1 × 1 1, ബാക്കിയെല്ലാം 0. ഇനി അടുത്തത് f(xy) എന്ന് വെച്ചാൽ xy + z. അപ്പം നമ്മൾ ലോജിക് ടേബിൾ വരയ്ക്കുന്നതിൻ്റെ തൊട്ട് ട്രൂ ടേബിൾ വരയ്ക്കുന്നത് PQR പോലെ x y z, പിന്നെന്തോ xy ഉണ്ട്, z ഉണ്ട്, പിന്നെ അത് രണ്ടും കൂടെ കൂട്ടുക. അപ്പം നമ്മൾ PQR 3 വരുമ്പോൾ 8 വരത്തില്ലേ, ആ രീതിയിൽ 1 1 1 1 1 0 അങ്ങനെ നമ്മൾ വരയ്ക്കുന്നു. xy എഴുതുന്നു, xy + z കോംപ്ലിമെൻ്റ് ആണ്. ക്വസ്റ്റ്യനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഇസഡിൻ്റെ കോംപ്ലിമെൻ്റ് കൂടെ കണ്ടുപിടിച്ചിട്ട് ഇത് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ലാസ്റ്റ് ടേബിൾ കിട്ടുന്നത്. Equivalent. 2 different Boolean expressions that represent the same function are called equivalent. അപ്പോൾ xyയും xy + 0യും xy × 1ഉം എന്താ, ഇക്വലൻ്റ് ആയിരിക്കും. ഇനി ഫംഗ്ഷൻ്റെ ഡിഗ്രി n ആണെങ്കിൽ എത്ര ബൂളിയൻ ഫംഗ്ഷൻ കാണും? how many different Boolean functions of degree n?
2 raised to n ആയിരിക്കും. ഓക്കെ, number of Boolean functions of degree n 2 raised to n. അപ്പം 2 ആവുമ്പോൾ എന്തോ ഇവിടെ ഒരു ടേബിൾ കൂടെ കുറഞ്ഞു പോയേ. 1 ആവുമ്പോൾ എത്ര ഉണ്ട്? 2 raised to 1 2. 2 ആവുമ്പോൾ 4, 3 ആവുമ്പോൾ 2 raised to 3 8 അങ്ങനെയാണ് വരുന്നത്. ഒന്ന് മനസ്സിലാക്കുക. ഇനി ഐഡൻറ്റിറ്റീസ് ഓഫ് ബൂളിയൻ ഓൾജിബ്ര. എക്സ് ഈക്വൽ ടു എക്സ്, അപ്പോൾ എന്തോ ഡബിൾ കോംപ്ലിമെൻറ്റ്, അതായത് എക്സ് കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എക്സ് ആണ്, ഡബിൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് എക്സ് കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എക്സ് ആണ്, അത് ഡബിൾ കോംപ്ലിമെൻ്റ് ലോ ആണ്. ഇനി എക്സ് പ്ലസ് എക്സ് എക്സ് ആണ്, എക്സ് ഇൻറ്റു എക്സ് എക്സ് ആണ്, അതെന്താ ഐഡം പൊട്ടൻറ്റ്. നമ്മൾ ലോജിക്കിനകത്ത് പഠിക്കുന്നുണ്ട്, സെറ്റിനകത്ത് പഠിക്കുന്നുണ്ട്, അതേ ഐഡിയ വെച്ച് മനസ്സിലാക്കി പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി എക്സ് പ്ലസ് 0 എക്സ്, എക്സ് ഇൻറ്റു 1 എക്സ്. അപ്പം നമ്മൾ എ സെറ്റിൻ്റെ കേസിൽ എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ഫൈ എന്താണ്? എ ആണ്. ഐഡൻറ്റിറ്റി ലോ എ ഇൻ്റർസെക്ഷൻ യു എ. ഓക്കെ, ഇനി ഡോമിനേഷൻ ലോ എക്സ് പ്ലസ് 1 ആണ്, എക്സ് ഇൻറ്റു 0 0 ആണ്. ഇനി കമ്മ്യൂട്ടേറ്റീവ് എക്സ് പ്ലസ് വൈ ഈസിക്കൽ വൈ പ്ലസ് എക്സും എക്സ് വൈ ഈസിക്കൽ വൈ എക്സും. അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഡിമോർഗൻസ് ലോ, അബ്സോർഷൻ ലോ, യൂണിറ്റ് പ്രോപ്പർട്ടി, സീറോ പ്രോപ്പർട്ടി. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെരിഫൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കണ്ടോ, അതിൻ്റെ എക്സ് വൈ ഇസഡ് എഴുതുന്നു, എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വൈ പ്ലസ് ഇസഡും എക്സ് ഇൻറ്റു വൈ പ്ലസ് ഇസഡും. ഇനി ഇവിടെ എന്തുവാ എക്സ് വൈ ഉണ്ട്, എക്സ് ഇസഡ് ഉണ്ട്, രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ടേബിൾ ഒരേപോലെ കിട്ടുന്നു. അതിൻ്റെ കാര്യങ്ങളാണ്. ഡ്യുവാലിറ്റി. The dual of a Boolean expression is obtained by interchanging Boolean sums and Boolean products and interchange zeros and 1. അപ്പോൾ സീറോയുടെ അവിടെ 1 ആക്കുക, 1ൻ്റെ അവിടെ 0 ആക്കുക, പ്രോഡക്റ്റിൻ്റെ അവിടെ സം ആക്കുക, സമ്മിൻ്റെ അവിടെ പ്രോഡക്റ്റ് ആക്കുക. അപ്പോൾ നോക്കി എക്സ് ഇൻറ്റു വൈ പ്ലസ് 0, അപ്പോൾ അതെന്തോ എക്സ് ഇൻറ്റുവിൻ്റെ അവിടെ പ്ലസ് വൈ ഇൻറ്റു 1, എക്സ് കോംപ്ലിമെൻറ്റ് പ്ലസ് 0 ഇൻറ്റു y complement into z. Abstract definition of Boolean algebra. A Boolean algebra is a set B with 2 binary operation or and elements 0 and 1 and a unary operation negation എന്ന് വെച്ചാൽ complement such that these property hold for x, y, z in B. എന്തൊക്കെയാണ് ഈ പ്രോപ്പർട്ടീസ്? 5 ഉണ്ട്. ഐഡൻറ്റിറ്റി, കോംപ്ലിമെൻറ്റ്, അസോസിയേറ്റീവ്, കമ്മ്യൂട്ടേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്. അപ്പോൾ ബൂളിയൻ ഓൾജിബ്രയുടെ ഡെഫിനിഷനാണ്. അപ്പോൾ ഇത് പഠിക്കണം, ചോദിക്കും, എഴുതണം. ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്നത് സെറ്റ് ബി ആണ്. ബൈനറി ഓപ്പറേഷൻ ഓറും ആൻഡും, എലമെൻറ്റ്സ് 0 ഉം 1 ഉം, യൂണറി ഓപ്പറേഷൻ കോംപ്ലിമെൻറ്റ്, എക്സ് വൈ സെഡ് എടുത്താൽ ഐഡൻറ്റിറ്റി ലോ എക്സ് ഓർ 0 ഈക്വൽ എക്സ്, എക്സ് ആൻഡ് 1 ഈക്വൽ എക്സ്, ഐഡൻറ്റിറ്റി ലോ. കോംപ്ലിമെൻ്റ് ലോ എന്താണ്? എക്സ് ഓർ എക്സ് കോംപ്ലിമെൻറ്റ് ഈക്വൽ 1, എക്സ് ആൻഡ് എക്സ് കോംപ്ലിമെൻറ്റ് ഈക്വൽ 0. അസോസിയേറ്റീവ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റെപ്രസെൻറ്റിംഗ് ബൂളിയൻ ഫംഗ്ഷൻ. എ ലിറ്ററൽ ഈസ് എ ബൂളിയൻ വേരിയബിൾ ഓർ ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്. മിൻ ടേം എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ്. The min term of Boolean variables x1, x2, etc. xn is a Boolean product y1, y2, etc. yn where yi is equal to xi or yi is equal to xi complement. Hence, a min term is a product of n literals with one literal for each variable. The sum of min terms that represent the function is called the sum of products expansion or the distinctive normal form of a Boolean function. Ni sum of product SOP. Sum of products expression is a single
product term or min term or several min term logically added together. Disjunctive normal form DNF എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി മാക്സ് ടേം എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് സം ആണ്. മിൻ ടേം എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ്. മാക്സ് ടേം ഈസ് എ സം ഓഫ് n ലിറ്ററൽസ് വിത്ത് 1 ലിറ്ററൽ ഫോർ ഈച്ച് വേരിയബിൾ. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് ഓഫ് സം എന്ന് പറയും. മുമ്പേ SOP സം ഓഫ് പ്രോഡക്റ്റ്, ഇത് പ്രോഡക്റ്റ് ഓഫ് സം P ഓഫ്. The product of minterms that represent the function is called product of sums expansion or conjunctive normal form CNF. കണ്ടോ? A product of sums expression is a single sum term or max term or several sum term or max term logically multiplied and together. Min term and max term A B. ഇപ്പോൾ 0 0 വരുമ്പം A കോംപ്ലിമെൻറ്റ് ഡോട്ട് B കോംപ്ലിമെൻറ്റ്, 0 1 ആകുമ്പോൾ A കോംപ്ലിമെൻറ്റ് ഡോട്ട് B. കണ്ടോ? മിൻ ആകുമ്പോൾ പ്രോഡക്റ്റ് ആണേ. അപ്പം 0 ഉള്ളിടത്ത് കോംപ്ലിമെൻറ്റ്, 1 ഉള്ളത് കോംപ്ലിമെൻറ്റ് ഇല്ലാത്ത രീതിയിൽ എഴുതുന്നു. മാക്സ് ടൈം ആകുമ്പോൾ അഡീഷനാണ്. അതിങ്ങനെ എന്താണ് കോംപ്ലിമെൻറ്റ് വരുന്ന ഏഴ 1-ലാണ്, അത് ഓർത്തോണം. Find a min term that equals 1 if x1 equal x3 equals 0 and x2 equal x4 equal x5 equal 1 equals to 0 otherwise. Min term. അപ്പോൾ ഇതിനകത്ത് x1 0 ആണ്, x3 0 ആണ്, x2 1 ആണ്, x4 1 ആണ്, x5 1 ആണ്. അപ്പം അതിൻ്റെ മിൻ ടേം മാക്സ് ടേം പ്രോഡക്റ്റിൻ്റെയും സമ്മിൻ്റെ. പിന്നെ ഫൈൻഡ് ദ സം ആൻഡ് പ്രോഡക്ട്സ് എക്സ്പാൻഷൻ ഫോർ ദ ഫംഗ്ഷൻ f of xy z equal x plus y into z കോൺജുഗേറ്റ്. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ ലോ വെച്ച് ഇങ്ങനെ ഓരോ പ്രോപ്പർട്ടി ലോ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നതിൻ്റെ കൂട്ട് ചെയ്യുന്നു. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലോജിക് ഗേറ്റ്, ബേസിക് എലമെൻറ്റ്സ് ഓഫ് സർക്യൂട്ട് ആർ കോൾഡ് ഗേറ്റ്. ഇൻവെർട്ടർ അത് നോട്ട് ഗേറ്റ് ആണ്. ഇൻവെർട്ടർ അക്സെപ്റ്റ് ദ വാല്യൂ ഓഫ് 1 ബൂളിയൻ വേരിയബിൾ ആസ് ഔട്ട്പുട്ട് ആൻഡ് പ്രൊഡ്യൂസസ് ദ കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ കറണ്ട് ഇല്ല എങ്കിൽ വരണം, ഉണ്ടെങ്കിൽ പോകണം. ഓക്കെ, ആ രീതിയിലാണ്. എക്സ് വരുമ്പോൾ എക്സ് കോംപ്ലിമെൻ്റ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നോട്ട് ഗേറ്റ്. ഓർ ഗേറ്റ്, ഓർ ഗേറ്റ് എന്ന് വെച്ചാൽ 2 എണ്ണം വന്നിട്ട് അതിൻ്റെ സമ്മായിട്ട് കിട്ടണം. ആൻഡ് ഗേറ്റ് ആകുമ്പോൾ എക്സും വൈയും വന്ന് അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ ആൻഡിൻ്റെ ഡി എന്ന് ഓർക്കുക. ഇവിടെ ഓറ്, അപ്പോൾ ആ ഓറിൻ്റെ ഓ എഴുതുന്ന രീതിയിൽ ഇവിടെ വന്നിട്ട് ഇത് വരയ്ക്കുന്നു. നോട്ട് ഗേറ്റ് കണ്ടോ? നോട്ട് ഗേറ്റ് ഇങ്ങനൊരു ട്രയാങ്കിൾ പോലെ. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കണേ. കോമ്പിനേഷൻ ഓഫ് ഗേറ്റ്സ് ഉണ്ട്. കോമ്പിനേഷൻ സർക്യൂട്ട്സ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് എ കോമ്പിനേഷൻ ഓഫ് ഇൻവെർട്ടേഴ്സ്, ഓർ ഗേറ്റ്സ് ആൻഡ് ആൻഡ് ഗേറ്റ്സ്. construct circuits that produce following output: x plus y into x complement. അപ്പോൾ എക്സ് പ്ലസ് വൈ വേണമെങ്കിൽ അവിടെ എന്തോ ഓർ, അപ്പോൾ എക്സ് പ്ലസ് വൈ കൊടുത്തിട്ട് ഓർ, അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. ഇനി എക്സ് കോംപ്ലിമെൻറ്റ് കിട്ടണമെങ്കിൽ എന്തോ നോട്ട്, അപ്പോൾ എക്സ് കൊടുത്ത് എക്സ് കോംപ്ലിമെൻറ്റ് കിട്ടി. ഇനി അതിൻ്റെ എന്തോ പ്രോഡക്റ്റ് ആകുമ്പോൾ ആൻഡ് ഗേറ്റ് ആയിട്ട് ഇങ്ങനെ പോകും. ഇനി എക്സ് വൈ പ്ലസ് എക്സ് കോംപ്ലിമെൻറ്റ് വൈ, അപ്പോൾ എക്സും വൈയും കൊടുത്താൽ ആൻഡ് ഗേറ്റിൽ എക്സ് വൈ കിട്ടുന്നു, എക്സ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ എക്സ് ആദ്യമേ എക്സ് കോംപ്ലിമെൻ്റ് ആക്കി ആ റിസൾട്ടും വൈയും കൂടെ കൊടുക്കുമ്പോൾ ഇത് കിട്ടും. എന്നിട്ട് പ്ലസ് ചെയ്തു, പ്ലസ് ചെയ്യുമ്പോൾ ഓർ ഗേറ്റ്. ഓക്കെ, ആ രീതിയിൽ വരച്ച് മനസ്സിലാക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക, വരയ്ക്കാൻ ശരിക്കും മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ മൊഡ്യൂൾ 3. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.